ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ നമ്മൾ പറയാറില്ലേ, സ്വർണ്ണപ്പണിക്കാരൻ്റെ തൊടുവിലിരിക്കുന്ന മുയൽ ചാടുന്നത് പോലെ ഓരോ വേട്ടത്തിനും ചാടാനൊന്നും കഴിയില്ല അല്ലേ. ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിൽക്കുന്ന ഉറച്ച രാഷ്ട്രീയ നിലപാട് കഴിഞ്ഞ 10-40 കൊല്ലമായി എടുക്കുന്ന ഞങ്ങൾ ഉറച്ച നിലപാടുമായിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ പോകാം. ഞങ്ങൾ വളരെ ക്ലാരിറ്റി ഉണ്ട്. തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി ഞങ്ങൾ മുന്നണിയിൽ തന്നെ പോരാടുകയാണ്. അവരെക്കാൾ ഒരുപക്ഷേ CPM-നേക്കാൾ കൂടുതൽ ശക്തമായി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പോരാടുന്നത് ഞങ്ങളാണ്. അവരാണ് ഒരു അയഞ്ഞ നിലപാടൊക്കെ എടുക്കുന്നത്. അവർക്കൊരു അവിടെ ഒരു ശങ്ക, ഇവിടെ ഒരു ശങ്ക. ബംഗാളിലിപ്പോൾ ഐക്യമാണ്, പക്ഷേ മറ്റു പലയിടത്തും ശങ്കയാണ്. ഞങ്ങൾക്ക് അത്തരത്തിലുള്ള യാതൊരു ശങ്കയില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടി ധീരമായി പോരാടുകയാണ്, കോടതിയിലും പുറത്തും. വേറെ ഒരുപാട് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. വേറെ എന്തെങ്കിലും ചോദിക്കുക. ഇന്ത്യ മുന്നണിയുടെ ഐക്യവും ശക്തിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. വരും കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പം തന്നെ എല്ലാ പ്രവചനങ്ങളും കേരളത്തിൽ UDF-ന് 2020 എന്നൊക്കെ പറയുന്നതിന് കാരണം എന്താ? ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് രൂപപ്പെട്ട് കഴിഞ്ഞു. ബീഹാറിൽ ഇത്തവണ തൂത്തുവാരും. ഞാൻ ഒരു സ്റ്റേറ്റ് ഉദാഹരണമായിട്ട് പറയുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്റ്റേറ്റാണ് ബീഹാർ. അവിടെ ഇക്കൊല്ലം തൂത്തുവാരും ഈ പ്രാവശ്യം. UP-യിൽ ഏതാണ്ട് BJP-യുടെ നില പരിങ്ങലിലാണ്. മഹാരാഷ്ട്രയിലും അന്വേഷിച്ചാൽ മതി. ഇത്തരത്തിലുള്ള വലിയ സ്റ്റേറ്റിൽ ബംഗാളിൽ നിന്ന് കാര്യമായിട്ട് അല്ലെങ്കിൽ തന്നെ കിട്ടൂല. ബംഗാളിൽ ആര് ജയിച്ചാലും ശരി ഇന്ത്യ മുന്നണിയിലാണ് അവർ അവസാനം ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നോക്കുകയാണ്, ഈ സ്റ്റേറ്റുകളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തവണ കൂടുതൽ സീറ്റ് ഇന്ത്യ മുന്നണിക്കാവും, BJP-ക്കാവില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം കണക്ക് കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള മുന്നണി ഇന്ത്യ മുന്നണിയാവും. ഇത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വ്യക്തമായിട്ടില്ല. ഏതാനും ദിവസത്തിൻ്റെ ഉള്ളിൽ വ്യക്തമാവും. ഇപ്പോൾ പ്രധാനമന്ത്രി എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നുപോയി, പക്ഷേ കേരളത്തിലെ എല്ലാ സീറ്റുകളിലും BJP-ക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 3-ാം സ്ഥാനമോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ അല്ലേ ഇപ്പോൾ ഉള്ളത്. സർവേയിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് കോൺഗ്രസിനും അതിൻ്റെ കൂടെ നിൽക്കുന്ന മുന്നണി മതേതര കക്ഷികൾക്കുണ്ടാവും. അത് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ള ട്രെൻഡ് നമുക്ക് രൂപപ്പെടും. ആരും പറയുന്നില്ലല്ലോ. എല്ലാ പ്രവചനങ്ങളും ഒന്നുകിൽ 2020 അല്ലെങ്കിൽ 1820 ഇങ്ങനെയൊക്കെ അല്ലേ, 18-2 അങ്ങനെയൊക്കെ അല്ലേ വരുന്നത്. ആരും പറയുന്നില്ല BJP-ക്ക് കേരളത്തിൽ ഒരു എൻട്രി ഉണ്ടാവുമെന്നുള്ളത്. അതൊക്കെ ഏറെ കേട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഈ ഇന്ത്യ മുന്നണിയും അതിൻ്റെ നേതാക്കൾ കോൺഗ്രസുമാണ് BJP-യെ തടുത്ത് നിർത്തേണ്ടവർ എന്നുള്ളത് ജനങ്ങൾക്കറിയാം. പ്രധാനമന്ത്രിയുടെ പരിപാടിയിലേക്ക് ക്ഷണം ലഭിച്ചിട്ട് അവർക്ക് വാഹനത്തിൽ കയറാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളൊരു പ്രത്യേകമായിട്ടൊരു മാറ്റം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടോ? അതല്ല, അത് അവരോട് ചോദിക്കേണ്ടതാണ്. ഏതായാലും ശരി, നാട്ടുകാർക്ക് വലിയ അത്ഭുതമായി മാറിയിരിക്കുകയാണ്. എന്താ ഒരു സ്ഥാനാർത്ഥിനായിട്ട് പുറത്താക്കിയത് എന്നുള്ളത്. ശരി, രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരുന്നുണ്ട് പ്രതികരിക്കാൻ, നമുക്ക് ചോദിക്കാം. കോൺഗ്രസ് കോടതിയിലുണ്ട്. കോടതിയിൽ ശ്രീ രമേശ് ചെന്നിത്തലുണ്ട്, മറ്റുള്ള ആളുകളുണ്ട്. അല്ല, അതിൽ ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം കോൺഗ്രസ് ആണ് BJP-യെ തടയാൻ വേണ്ടി ഇന്ത്യ രാജ്യത്ത് പോരാടുന്നതെന്ന് അറിയാത്ത ഒരു കുട്ടിയുണ്ടോ? അത് ഈ രാജ്യത്ത് ഒരു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇടതുമുന്നണി വിചാരിച്ചാൽ അത് സാധിക്കുമോ? കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടി വിചാരിച്ചാൽ ഇന്ത്യ രാജ്യത്ത് CPM-നെ തടയാൻ പറ്റുമോ? കേരള സർക്കാർ കോടതിയെ പോയി. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളോ ആ രീതിയിൽ കോൺഗ്രസ് പാർട്ടി അവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ല, വേറെ ഏത് അഖിലേന്ത്യാ പാർട്ടിയാണ് വന്നത്? CPM വന്നാ? അതും DYFI. അതിനതൊക്കെ കുറ്റം കണ്ടുപിടിക്കലാണ്.